പോഷൻ പക്വയുടെ ഭാഗമായി ഏപ്രിൽ 17-ാം തീയതി വെള്ളിയാഴ്ച സംഘടിപ്പിക്കേണ്ട പരിപാടികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അന്നേ ദിവസം 4 പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പരിപാടി പ്രീ സ്കൂൾ കുട്ടികൾക്കുള്ള ഡാൻസ് സെഷനാണ്. അതായത് കുട്ടികളിലെ ശാരീരികവും ചലനപരവുമായിട്ടുള്ള വികാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഡാൻസ് സെഷൻ പരിപാടി സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് എന്ന തീമിൽ സ്പോർട്സ് ആൻഡ് ഡാൻസ് സെഷൻ പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ പരിപാടി അങ്കണവാടി പ്രദേശത്തെ ഗുണഭോക്താക്കളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ജങ്ക് ഫുഡ് അതുപോലെ തന്നെ പാക്കേജ്ഡ് ഫുഡ് എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു നോട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു നോട്ട് നിങ്ങൾക്ക് ക്ലാസ്സിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്ന തീമിൽ അവയർനെസ് സെഷൻ ഓൺ ഹസാർഡ്സ് ഓഫ് ജങ്ക് ഫുഡ് ആൻഡ് പാക്കേജ്ഡ് ഫുഡ്സ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ പരിപാടി കിച്ചൺ ഗാർഡൻ, ന്യൂട്രി ഗാർഡൻ എന്നിവ തയ്യാറാക്കലാണ്. അതായത് കുട്ടികളിലെ സ്ക്രീൻ ടൈം കുറക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എല്ലാ പ്രീ സ്കൂൾ കുട്ടികളുടെയും വീട്ടിൽ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി ഒരു കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യാനും കിച്ചൺ ഗാർഡന്റെ പരിപാലനത്തിൽ കുട്ടികളെ പങ്കാളികളാക്കാനും നിർദ്ദേശം നൽകുക. അതോടൊപ്പം തന്നെ പോഷൻ പക്വയുടെ ഭാഗമായി എല്ലാ അങ്കണവാടികളിലും ഒരു ന്യൂട്രി ഗാർഡൻ തയ്യാറാക്കുകയും കുട്ടികളെ അതിന്റെ പരിപാലനത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക. നിലവിൽ ന്യൂട്രി ഗാർഡൻ ഉള്ള അങ്കണവാടികളാണെങ്കിൽ അത് വിപുലീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ റോൾ ഓഫ് പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ മിനിമൈസിങ് സ്ക്രീൻ ടൈം എന്ന തീമിൽ പ്രൊമോഷൻ ഓഫ് ഔട്ട്ഡോർ ഗെയിംസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആൻഡ് യോഗ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. നാലാമത്തെ പരിപാടി സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആണ്. അന്നേ ദിവസം സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ പരിപാടികളുടെയും ഫോട്ടോയും പോഷൻ പക്വയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുകയും വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യുക. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ അതർ എന്ന തീമിൽ IEC ഡിസമിനേഷൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഏപ്രിൽ 17-ാം തീയതി ഈ 4 പരിപാടികളാണ് നമ്മൾ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. അന്നേ ദിവസത്തെ ബോധവൽക്കരണ ക്ലാസിൻ്റെ നോട്ട് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പോഷൻ മാസ്റ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.